എല്ലാവർക്കും നമസ്കാരം. സീറോ മലബാർ സഭയിലെ മാതൃവേദിയിൽ ഇത്രയും പ്രായം കുറഞ്ഞ ഞാൻ എന്തിനാണ് ഈ ഡ്രസ് ധരിച്ച് ഇവിടെ നിൽക്കുന്നതെന്ന് നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും. ഞാനും അനുകരിച്ചു. അനുകരണം ഒരു കലയാണ്. ആരെയാണ് അനുകരിച്ചതെന്ന് പിന്നീട് നിങ്ങൾക്ക് കാണാം. സീറോ മലബാർ സഭയിലെ ചില മഹത് വ്യക്തികൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർ അവരവരുടേതായ നിലകളിൽ അവരുടെ കഴിവും മികവും തെളിയിച്ചവരാണ്. അവരെ സാദരപൂർവം ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും കൈയടിച്ച് അവരെ സ്റ്റേജിലേക്ക് ആനയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി കായിക രംഗത്ത് സ്വർണവും വെള്ളിയും വെങ്കലവും മൺകലവും മോഹിച്ച് അത് വാങ്ങിയവരെ പ്രോത്സാഹിപ്പിച്ച് ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിച്ച് കൈക്കുഴ പോലും തെറ്റിപ്പോയ വട്ടപ്പാറയിൽ നിന്നും വന്ന വത്സമ്മ. ഈ ട്രഡീഷണൽ ക്രിസ്തീയ വേഷത്തിൽ വന്നാൽ തനിക്ക് പ്രായം കൂടുതൽ തോന്നിക്കുമെന്ന മനോവിഷമം ഉള്ളിലൊതുക്കി ഡാൻസ് രംഗത്ത് ഒത്തിരി പുരസ്കാരം വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വന്തമായി ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്ന ചിറ്റാറിൽ നിന്നും വന്ന ചിന്നമ്മ. ആതുര സേവന രംഗത്ത് 30 വർഷം ജോലി ചെയ്ത് തൻ്റെ കഴിവും മികവും തെളിയിച്ച് പല അവാർഡുകളും വാങ്ങിക്കൂട്ടിയവരുടെ കൂടെ ജോലി ചെയ്ത് പലരും ഹയർ ഗ്രേഡുകൾ മോഹിച്ച് അതിനായി രാപ്പകൽ കോഴ്സുകൾ ചെയ്തു കൂട്ടുമ്പോൾ ബാൻഡ് 5 പോസ്റ്റ് മാത്രം മതിയെന്ന് വാശി പിടിക്കുന്ന ആനപ്പാറയിൽ നിന്നും വന്ന അച്ചാമ്മ. ഓരോ പള്ളി ഇലക്ഷൻ വരുമ്പോഴും വൈസ് പ്രസിഡന്റ് ആകണമോ സെക്രട്ടറി ആകണമോ എന്ന് ആലോചിച്ച് ഇലക്ഷൻ കഴിയുന്നത് വരെ പള്ളിമുറ്റത്തുനിന്ന് പോലും കാലുകുത്താതെ പൊതുപ്രവർത്തനവുമായി നടക്കുന്ന അട്ടപ്പാടിയിൽ നിന്നും വന്ന സ്ഥാനാർത്ഥി സാറാമ്മ. പാചകകലയിൽ അതിവിപണിയാണെന്നും മിസ്സിസ് കെ എ മാത്യുവിനെ വെല്ലുന്ന രീതിയിൽ മാങ്ങാ ചമ്മന്തിയിൽ മഞ്ഞൾ വരെ ചേർത്ത് തൻ്റെ കൈപ്പുണ്യം തെളിയിച്ച വാക് സാമർത്ഥ്യം മാത്രം ഏലപ്പാറയിൽ നിന്നും വന്ന ജഡ്ജി ഏലമ്മ. സൗന്ദര്യത്തിൽ ഐശ്വര്യറായിയെ പോലും പിന്നിലാക്കണമെന്നുറച്ച് ഞാനാണ് മാതൃവേദിയിലെ ഏറ്റവും സുന്ദരി എന്ന അഹംഭാവത്തോടെ കാറ്റ് വാക്ക് ചെയ്ത് നടക്കുന്ന കുമിളിയിൽ നിന്നും വന്ന ബ്യൂട്ടി കുഞ്ഞമ്മ. കലയിൽ താനാണ് മിടുക്കി, മാതൃവേദിയിൽ തനിക്ക് മാത്രമേ ഓർണമെന്റ്സ് ഉണ്ടാക്കാൻ അറിയൂ എന്ന അഹന്തയോടെ തൻ്റെ പാർട്ട് ടൈം ബിസിനസ്സിൽ പടിപടിയായി ഉയർന്ന് അത് ഫുൾ ടൈം ആക്കണമോ എന്ന് ചിന്തിക്കുന്ന മൂന്നാറിൽ നിന്നും വന്ന മറിയാമ്മ. ഇവർക്ക് ടെമ്പോയും പിച്ചും ഷഡ്ജവും സംഗതിയും ഒന്നും അറിയില്ലെങ്കിലും എന്തു ചോദിച്ചാലും പാട്ടിലൂടെ മാത്രമേ ഇവർ ഉത്തരം പറയൂ. എന്തായാലും ഒരു പ്രോഗ്രാം തുടങ്ങിയല്ലേ, നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ തുടങ്ങാം. അതിനായി നമ്മുടെ മഹത് വ്യക്തി ജഡ്ജിയെ തന്നെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹരാജനായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ പെറ്റീഷൻസും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. 3 വർഷം അങ്ങയോട് കൂടെ നടന്ന് 3 പ്രാവശ്യം അങ്ങയെ തള്ളിപ്പറഞ്ഞ പത്രോസിനോട് അങ്ങ് ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും അങ്ങ് ക്ഷമിക്കണമേ. ആമേൻ.
അമ്മച്ചിമാരുടെ പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. എല്ലാവരും മോഡേൺ ഡ്രസ് ധരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് നിങ്ങൾ വെള്ള വസ്ത്രധാരികളായത്? നിങ്ങളെ അനുകരിച്ചാണ് ഞാനും ഈ വേഷം ധരിച്ചത്. ശുഭവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എന്താണ് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്വന്തമായി ഒന്നുമില്ല, സർവ്വതും നിന്നാലും സ്വസ്ഥമായി ഉറങ്ങിയിടാൻ, സമ്പത്തിൽ മയങ്ങാതെ മഞ്ഞിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? മഹത് വ്യക്തികളായ നിങ്ങൾക്ക് കുടുംബജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്? ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ, ധീരതയോടെ നിൻ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. നിങ്ങളെല്ലാവരും ഇവിടെ അമ്മായിയമ്മമാരുടെ അടുത്ത് നിന്നെല്ലാം അകന്ന് സുഖവും സ്വസ്ഥവുമായി ജീവിക്കുകയാണ്. എന്നാലും അമ്മായിയമ്മമാരെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമീ പാപികൾ തനയരല്ലോ, അതിരില്ല നിന്ദയമായി പിരിനാ, അഭയത്തിനടയുന്നു സാധുശീലർ. മക്കൾ ദൈവത്തിന്റെ ദാനമാണല്ലോ. അമ്മച്ചിമാർക്ക് മക്കളെ പറ്റി എന്താണ് പറയാനുള്ളത്? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. എങ്കിൽ പിന്നെ മരുമക്കളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഈ അമ്മച്ചിമാർക്ക് മരുമക്കളെ കുറിച്ച് വേറെ അഭിപ്രായമാണെന്ന് തോന്നുന്നു. അമ്മായിയമ്മയും മരുമകളും എന്ന കൺസെപ്റ്റേ മാറി അമ്മയും മകളുമായിരിക്കുന്ന ഈ ന്യൂ ജനറേഷനിൽ മരുമക്കളെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? എല്ലാ ശ്രേഷ്ഠികളെക്കാളും ഉപരിയായി എന്നെ സ്നേഹിച്ചിടുന്നില്ല ഞാൻ. അത് പോകട്ടെ, നമ്മുടെ സീറോ മലബാർ സഭയിലെ യുവജനങ്ങളോട് അമ്മച്ചിമാർക്ക് എന്താണ് പറയാനുള്ളത്? ഇത്ര നാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന വചനമാണു ദൈവം. എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. വരവ് ചെലവുകളെല്ലാം കൃത്യമായി ടാലി ചെയ്ത് അക്കൗണ്ടിൽ പൈസയില്ല എന്ന് വിലപിക്കുന്ന നമ്മുടെ ട്രസ്റ്റിമാരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആകുലനാകരുതേ, ട്രസ്റ്റിമാർ അസ്വസ്ഥരാകരുതേ, ആദിയായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ? നമ്മുടെ സീറോ മലബാർ സഭയിലെ നല്ല ഇടയനായി നമ്മുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൽ നടത്തുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത് വന്നിരിക്കുന്ന നമ്മുടെ റെവറൻഡ് ഡോക്ടർ ലോനപ്പൻ അച്ഛനോട് അമ്മച്ചിമാർക്ക് എന്താണ് പറയാനുള്ളത്? നല്ലിടയൻ അച്ഛൻ, നല്ലിടയൻ, സീറോ മലബാർ സഭയിൽ നമ്മെ മേയ്പവൻ, സ്നേഹമുള്ള അച്ഛൻ, കരുണാസാഗരമച്ഛൻ, അച്ഛൻ നല്ലിടയൻ. മാതൃവേദിയിലെ മറ്റംഗങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി,
ചെലവുകളെല്ലാം എടുത്തതിന് ശേഷം നാട്ടിലേക്ക് തിരികെ പോകാനാണോ അതോ ഇവിടെ തന്നെ കൂടാനാണോ അമ്മച്ചിമാരുടെ ആഗ്രഹം? പദം പദം ഉറച്ചു ഞാൻ ക്രൂശുമേന്തി പോകണം. ജീവനെങ്കിൽ ജീവൻ വെച്ച് ജന്മനാട്ടിൽ പോകണം. പദം പദം ഉറച്ചു ഞാൻ ക്രൂശുമേന്തി പോകണം. ജീവനെങ്കിൽ ജീവൻ വെച്ച് ജന്മനാട്ടിൽ പോകണം. പദം പദം